പൂച്ചയുടെ വിധി പറയൽ. എലിയും അണ്ണാനും. ഒരു കാട്ടിലെ മരത്തിൽ ഒരു അണ്ണാറക്കണ്ണൻ താമസിച്ചിരുന്നു. അതിന് കാടും വീടും വളരെ ഇഷ്ടമായിരുന്നു. അണ്ണാൻ ഒരു ദിവസം ഭക്ഷണം അന്വേഷിച്ച് കാട്ടിലൂടെ നടക്കുകയായിരുന്നു. വഴിയിൽ അതൊരു അത്തിമരം കണ്ടു. ആഹാ, അത് പറഞ്ഞു, എനിക്ക് അത്തിപ്പഴങ്ങൾ വളരെ ഇഷ്ടമാണ്. അത് പെട്ടെന്ന് തന്നെ മരത്തിന്റെ മുകളിൽ കയറി അത്തിപ്പഴങ്ങൾ തിന്നാൻ തുടങ്ങി. അണ്ണാറക്കണ്ണന് അത്തിപ്പഴങ്ങൾ ഒത്തിരി ഇഷ്ടമായി. അത് ആ മരത്തിൽ ഒരുപാട് കാലം താമസിച്ചു. അവസാനം മരത്തിലെ പഴങ്ങളെല്ലാം തീർന്നപ്പോൾ അത് ചിന്തിച്ചു, താൻ ഒരുപാട് കാലമായി വീട്ടിൽ നിന്ന് പോന്നിട്ട് ഇപ്പോൾ തന്നെ തിരിച്ചു പോകണമെന്ന്. അങ്ങനെ അത് വീട്ടിലെത്തി. അവൻ അവിടെ കണ്ടത് ഒരു എലി തന്റെ വീട്ടിന് മുന്നിൽ നിൽക്കുന്നതാണ്. ആ എലി തന്റെ വീട് അതിൻ്റേതാക്കിയിരിക്കുന്നു. തന്റെ വീട്ടിൽ എലിയെ കണ്ട അണ്ണാൻ ആശ്ചര്യപ്പെട്ടു. എന്റെ വീട്ടിൽ നീ എന്താ ചെയ്യുന്നത്? അണ്ണാൻ ദേഷ്യത്തോടെ ചോദിച്ചു. എന്റെ വീടെന്നോ? എന്തുദ്ദേശത്തിലാ നീ അത് പറയുന്നത്? എലി പറഞ്ഞു, ഞാൻ ഈ വീട്ടിൽ താമസിക്കാൻ വന്നപ്പോ ഇത് കാലിയായിരുന്നു. ഇതിപ്പോ എന്റെ വീടാണ്. എന്നിട്ട് അവകാശം പറഞ്ഞു വന്നിരിക്കുന്നു. ഞാൻ കുറച്ചു ദിവസം അത്തിമരത്തിൽ താമസിക്കാൻ പോയതാണ്. ഈ സമയത്ത് ആരുമില്ലാന്ന് കരുതി താങ്കൾ എന്റെ വീട് കൈക്കലാക്കി. അണ്ണാൻ പറഞ്ഞു, എനിക്ക് ദേഷ്യം വരുന്നതിന് മുമ്പ് മര്യാദക്ക് ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. പറഞ്ഞത് മനസ്സിലായോ നിനക്ക്? അപ്പോൾ എലി പറഞ്ഞു, നിങ്ങളൊരു ന്യായാധിപനെ പോയി കാണൂ. അദ്ദേഹം തീരുമാനിക്കും നിങ്ങളുടെ വീടാണോ എന്റെ വീടാണോ ഇതെന്ന്. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. മനസ്സിലായോ നിനക്ക്? എലിയുടെയും അണ്ണാന്റെയും വഴക്ക് കേട്ട കാട്ടിലെ എല്ലാ മൃഗങ്ങളും അവർക്ക് ചുറ്റും കൂടി. അപ്പോൾ മാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങളൊരു ന്യായാധിപനെ ചെന്ന് കാണ്. അദ്ദേഹം തീരുമാനിക്കട്ടെ ഇത് ആരുടെ വീടാണെന്ന്. എലിയും അണ്ണാനും പരസ്പരം പറഞ്ഞു. ഇതൊരു നല്ല വഴിയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും ന്യായാധിപനെ അന്വേഷിച്ച് യാത്രയായി. അവസാനം അവർ ഒരു പൂച്ചയുടെ അടുത്തെത്തി. അതൊരു വിശന്ന് തളർന്നിരിക്കുന്ന വയസ്സൻ പൂച്ചയായിരുന്നു. അണ്ണാൻ പറഞ്ഞു, ഈ പൂച്ചയെ കണ്ടിട്ട് ബുദ്ധിമാനാണെന്ന് തോന്നുന്നു. നമുക്ക് ഇദ്ദേഹത്തോട് നമ്മുടെ വഴക്കിനെ കുറിച്ച് പറയാം. ഇദ്ദേഹം തീരുമാനിക്കട്ടെ. വേണ്ട വേണ്ട, ഈ പൂച്ച നമ്മളെ കൊന്നു തിന്നും. ഇതിനെ കാണുമ്പോ തന്നെ എനിക്ക് പേടിയാവുന്നു. എലിയുടെയും അണ്ണാന്റെയും സംസാരം കേട്ട പൂച്ച ചിന്തിച്ചു, ഇവരെ ഭക്ഷണമാക്കാൻ പറ്റിയ നല്ല അവസരമാണത്. അവൻ ഉടനെ കണ്ണുകളുമടച്ച് പ്രാർത്ഥിക്കുന്നത് പോലെയിരുന്നു. അണ്ണാൻ പറഞ്ഞു, എനിക്ക് ഈ പൂച്ചയെ കാണുമ്പോ തോന്നുന്നത് ധർമ്മിഷ്ഠനാണെന്നാണ്. അദ്ദേഹം ഒരു സന്യാസിയാണ്, നമ്മളെ ഒന്നും ചെയ്യില്ല. എലി പറഞ്ഞു. ശരിയാണ്, അത് പ്രാർത്ഥിക്കാണല്ലോ. എനിക്കാ തെറ്റുപറ്റിയത്. എലിയും അണ്ണാനും ഒരുമിച്ച് പൂച്ചയോട് പറഞ്ഞു, ശ്രേഷ്ഠ, ദയവായി ഞങ്ങളുടെ വഴക്ക് പരിഹരിച്ച് തരാമോ? കള്ളപ്പൂച്ച കണ്ണുകൾ തുറന്നു. എന്നിട്ട് പറഞ്ഞു, തീർച്ചയായും എനിക്ക് ഭഗവാൻ പറഞ്ഞു തരും ആരാണ് തെറ്റുകാരൻ ആരാണ് സത്യവാനെന്ന്. ശരി, പറയൂ, നിങ്ങളുടെ പ്രശ്നം എന്താണ്? എലിയും അണ്ണാനും പറഞ്ഞു തുടങ്ങി. അപ്പോൾ പൂച്ച പറഞ്ഞു, എനിക്ക് വളരെയധികം വയസ്സായി. എനിക്ക് ചെവി നല്ല പോലെ കേൾക്കുന്നില്ല. നിങ്ങൾ ദയവായി എന്റെ അടുത്തേക്ക് വന്നിട്ടൊന്ന് പറയാമോ? എലിയും അണ്ണാനും അടുത്ത് ചെന്ന് പറഞ്ഞു തുടങ്ങി. പൂച്ച വീണ്ടും പറഞ്ഞു, എനിക്കിപ്പോഴും കേൾക്കുന്നില്ല. കുറച്ചുകൂടി അടുത്തേക്ക് വരാമോ നിങ്ങൾക്ക്? വിഡ്ഢിയായ എലിയും അണ്ണാനും പൂച്ചയുടെ വളരെ അടുത്തെത്തി. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നതിന് മുമ്പ് തന്നെ പൂച്ച ഒറ്റച്ചാട്ടത്തിന് എലിയെയും അണ്ണാനെയും പിടിച്ച് കൊന്നു തിന്നിട്ട് തന്റെ വിശപ്പടക്കി. ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം ഇതാണ്: നമ്മൾ ഒരിക്കലും മറ്റുള്ളവരോട് വഴക്കിടരുത് എന്ന്.